പറഞ്ഞപ്പോ CPM-ഉം RSS-ഉം തമ്മിലുള്ള വിഷയം പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം ഉദ്ധരിച്ചത് ഈശ്വർ എന്ന് പറയുന്ന RSS-ന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നിങ്ങൾ RSS-ന്റെ ഈശ്വര് ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 2021 ബാലശങ്കർ പറഞ്ഞ CPM-ഉം RSS-ഉമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം നിങ്ങൾ അംഗീകരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുകയാണ് IPS-കാരനായ ADGP ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏത് രാഷ്ട്രീയ നേതാവിനെ പോയി വ്യക്തിപരമായി കാണുന്നവരും ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അങ്ങനെ കാണാൻ പറ്റില്ല ബൽദേവ്. IPS ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രോട്ടോകോളുകളുണ്ട്, അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനം കൊടുക്കരുതെന്ന് പറയുന്ന ഹൊസാബ്ലയെ വ്യക്തിപരമായി കാറ് മറ്റൊരിടത്ത് പാർക്ക് ചെയ്ത് വ്യക്തിപരമായി പോയി കണ്ട ആള് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, വ്യക്തിപരമായി കണ്ടത് ശരിയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ അവിടെ ഇരിക്കാൻ അർഹതയുണ്ടോ? കേരളത്തിലെ ADGP RSS-ഉമായി വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന ഒരാളെ ADGP ആക്കി വെച്ച പിണറായി വിജയൻ RSS-ന് വിട്ടുവേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ കൊടുക്കുകയാണ്, നിങ്ങൾ മുഴുവനായിട്ട് കൊടുക്കുകയാണ്. അയാൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ, ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. ഹൊസാബിലെ Z+ സെക്യൂരിറ്റി അംഗവുമല്ല, അതിനകത്ത് കവർ ചെയ്തതല്ല. ഇനി Z+ ഉണ്ടെങ്കിൽ പോലും ഒരു ADGP-ക്ക് Z+ പ്രൊട്ടക്റ്റിയെ കാണേണ്ട കാര്യമില്ല. അവിടുത്തെ SP ആണ് കാണേണ്ടത്. ഞാൻ ASL മീറ്റിംഗുകൾ ഇരുന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ RSS-ഉമായിട്ടുള്ള നടത്തിയിട്ടുള്ള ചങ്ങാത്തത്തിന്റെയാണ്. EP ജയരാജൻ വരെ എത്തി നിൽക്കുന്ന CPM-ഉം RSS-ഉമായിട്ടുള്ള ചങ്ങാത്തത്തിന്റെ പാലം ADGP അജിത് കുമാർ ആയിരുന്നു. അതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.